നമ്മുടെ മലയാളം സിനിമയിൽ ഇന്ന് ഈ ശബ്ദങ്ങളൊന്നുമില്ല. ഈ ശബ്ദങ്ങളെല്ലാം എന്നേക്കുമായി പോയി കഴിഞ്ഞു. ശബ്ദം ഏതെന്നല്ലേ? ശ്രദ്ധിച്ചോണേ. ആദ്യമായി ബെൻസ് വാസു എന്ന സിനിമയിൽ സൂപ്പർ സ്റ്റാർ ജയൻ ആക്ഷൻ സീനുകളിൽ ഇടിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ശബ്ദം. ഈ ഒരു കാലഘട്ടത്തിൽ ആൾക്കാർ ഇടിക്കുന്നിടത്ത് അട്ടിഷ്കയോ ശബ്ദമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇന്ന് ആ ശബ്ദമില്ല. കുറച്ച് കാലം കൂടെ കഴിഞ്ഞ് നമ്മൾ വരികയാണെങ്കിൽ ആട് തോമയിൽ ലാലേട്ടൻ ഇടിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ശബ്ദം, കുറച്ചുകൂടെ ബേസ്, ഈ ശബ്ദം അന്നത്തെ കാലഘട്ടങ്ങളിലുള്ള സിനിമകളുണ്ടായിരുന്നു. ഇപ്പോൾ അതുമില്ല. അടുത്ത നരസിംഹത്തിൽ അച്ചു ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദം, ആടുതോമ റീമാസ്റ്റേഡ് ആണെന്ന് തോന്നുന്നു. അതുപോലെയുള്ള ആ ഒരു കാലഘട്ടത്തിലുള്ള ശബ്ദമാണ്. അതും ഇന്ന് നിലവിൽ സിനിമയിലില്ല. ഇപ്പോഴത്തെ സിനിമകളിലേക്ക് വന്നാൽ കുറച്ചും കൂടെ നല്ല ഫോളിയാണ് അവർ ചെയ്യുന്നത്. അത് ആക്ച്വൽ റിയൽ പഞ്ച് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അവർ മറ്റേ ഞങ്ങളുടെ ഫോളിയിലൊക്കെ മീറ്റില്ലേ, ബീഫൊക്കെ ഇല്ലേ, ബീഫിലൊക്കെ ഇടിച്ചാണ് അവർ ഈ ശബ്ദങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾ വെച്ച് തരാം. സ്റ്റീഫൻ നെടുമ്പള്ളിയെ എടുക്കാം. ദാ നോക്കിയോ, സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഉഗ്രനിടി ഇടി കേട്ടോ. ആ പഞ്ചിങ്ങിൻ്റെ ഫോളിയിൽ വന്ന വ്യത്യാസമില്ലേ, ഇറ്റ്സ് റിയലി നൈസ്. കാരണം നമുക്കൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. പണ്ടത്തെ ആ കൊമേഴ്ഷ്യൽ സാധനങ്ങൾ ഇപ്പം നമുക്കില്ല. ഇപ്പോൾ കുറച്ചുകൂടെ ഒറിജിനലാണ്. പക്ഷേ ഐ തിങ്ക് വി മിസ് ദാറ്റ് അല്ലേ. ആ ഒരു ഡിസ്കിയാണോ, ആ ഒരു രസമായിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ആ പഴയകാല പഞ്ചിങ് ഡിസ്കിയാണോ ആ ശബ്ദങ്ങളാണ് ഇന്ന് മലയാള സിനിമയിൽ ഇല്ലാത്തത്. കാലം ടെക്നോളജി മാറിയതിൻ്റെ ഒരു ഇതാണ്. ജസ്റ്റ് ഫോർ യുവർ നോട്ടീസിങ്, അത്രയേ ഉള്ളൂ.